ജയിക്കില്ല. ഒരിക്കലും ജയിക്കില്ല. ന്യൂനപക്ഷങ്ങൾ വോട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുള്ളൂ. ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ LDF വോട്ട് ചിലപ്പോൾ മറിച്ച് ചെയ്തെന്നൊക്കെ വരാം. ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കും. ഇവിടെയുള്ള വോട്ടർമാർക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ജയിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും ചേട്ടാ. ആൾക്കാർ വോട്ട് ചെയ്താലല്ലേ ജയിക്കുള്ളൂ. സുരേഷ് ഗോപി ഇലക്ഷൻ ജയിക്കും. സുരേഷ് ഗോപി ഈ രണ്ട് LDFും UDFിൻ്റെ ഒക്കെ ഒരു എന്താണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള ചാൻസ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ LDF വോട്ട് ചിലപ്പോൾ മറിച്ച് ചെയ്തെന്നൊക്കെ വരാം കേട്ടാ. ആരോപണങ്ങൾ അതൊക്കെ കുറച്ചൊക്കെ രാഷ്ട്രീയമുണ്ട്. മിക്കവാറും 90-99% രാഷ്ട്രീയം തന്നെയാണ് അതിനകത്തുള്ളത്. ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കും. ഇതിലൊരു കാരണം പറയാൻ പറ്റുമോ? കാരണം അദ്ദേഹം വളരെ എന്താ പറയുക നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. മൂപ്പർക്ക് എന്താ പറയുക മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ ഇതിൽ നിന്ന് നേട്ടമുണ്ടാവണമെന്നുള്ള ആഗ്രഹമില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടുന്ന് ജയിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ആരോപണങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ ആരും വിശ്വസിക്കുന്നത് അതൊക്കെ എന്താ പറയുക തറ രാഷ്ട്രീയമാണ്. അതൊക്കെ ഇവിടെയുള്ള വോട്ടർമാർക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ജയിക്കും. കാലങ്ങളായിട്ട് ഓരോരുത്തരും മാറി മാറി വരുന്നു. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും. BJP എന്നുള്ളൊരു പാർട്ടി ബേസിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലവിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ട് അതിൻ്റെ ഒരു ആൾ തന്നെയാണെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി ആളെ ഇഷ്ടപ്പെടുന്നു. നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കുമോ? എൻ്റെ അഭിപ്രായം എന്താണ്? ഒരിക്കലും ജയിക്കില്ല. ന്യൂനപക്ഷങ്ങൾ വോട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുള്ളൂ. ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യില്ല. മണിപ്പൂർ പ്രശ്നം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മറുപടി പ്രധാനമന്ത്രിയും പറയണില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ആരോപണങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് എതിരെ വരുമോ? സുരേഷ് ഗോപിനെ ജയിക്കണമെന്ന് വെച്ചാൽ തൃശ്ശൂരത്തെ കത്തോലിക്കരായുള്ള ആൾക്കാർ വോട്ടിട്ടെങ്കിൽ ജയിക്കുള്ളൂ. അവർ വോട്ട് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ വളരെ വിഷമമുണ്ട് മണിപ്പൂർ സംഭവം. അപ്പോൾ അത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജയിപ്പിച്ചാണേ. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. നല്ല കാര്യങ്ങൾ കൂടെ ചെയ്യും. യാതൊരു തർക്കമില്ല കാര്യത്തിലേ. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്തത്. വരുന്ന ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കുമോ? അയ്യോ ചേട്ടാ, സുരേഷ് ഗോപിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും ചേട്ടാ. ആൾക്കാർ വോട്ട് ചെയ്താലല്ലേ ജയിക്കുള്ളൂ. എൻ്റെ അഭിപ്രായം എനിക്കിവിടെ വോട്ടില്ല. എനിക്കിവിടെ വോട്ടില്ല. സാധ്യതയുണ്ട്, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. വരുന്ന ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കുമോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ജയിക്കണം. എന്തുകൊണ്ടാണ് ജയിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ജയിക്കേണ്ടത്? ഇവിടെ ഭരണം ശരിയല്ല. ജയിക്കില്ല. എന്താ ഈ കാരണം? കാരണം എന്താ, ഇവിടെ കേരളത്തിൽ എന്ത് വികസനം നടത്തിക്കണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കുറച്ച് ജനങ്ങളൊക്കെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ ജയിക്കില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രബുദ്ധ കേരളത്തിലുള്ള ജനങ്ങൾ വിഡ്ഢികളായിരിക്കണം.